ഇപ്പോൾ ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ സെൻസേഷനായി പറയപ്പെടുന്ന ഒരു വിഷയമാണ് ChatGPT. അതെ, എവിടെ പോയി നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും കൂടുതലായിട്ടും ഈ പേരുകൾ നിങ്ങൾ കഴിഞ്ഞ ഒരു 2 മാസം കൊണ്ട് കേട്ട് കാണും. അതെ, എന്താണ് ChatGPT? ഇതുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അപ്പോൾ ഈ ChatGPTനെ കണ്ട് എന്തുകൊണ്ടാണ് ഗൂഗിൾ ഭയപ്പെടുന്നത്? അതുമാത്രമല്ല, ഇതിലൂടെ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിലൂടെ വരുമാനവും ഉണ്ടാക്കാം. അപ്പോൾ ഇതിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം? എന്താണ് ChatGPT? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ChatGPT? അതായത് ഓപ്പൺ AI എന്ന് പറയുന്ന ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത ഒരു AI ബോട്ടാണ് ഈ ChatGPT. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫംഗ്ഷനാണ് മെയിനായിട്ട് പറയുന്നത്. അതായത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ്, ടെക്സ്റ്റ് സമ്മറൈസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിങ്. അതിലും ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിങ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. അതായത് ഇതൊരു AI ബേസ്ഡ് ബോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ChatGPT ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. അതിനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് വാട്ട് ഈസ് ChatGPT എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയധികം റിസൾട്ടുകൾ വരും. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ChatGPTനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ ആൻസർ, അതായത് നിങ്ങൾ വേറെ എവിടെയും ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ബ്ലോഗിൻ്റെ ഉള്ളിലോ കയറി നോക്കേണ്ടതായിട്ടില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ബ്ലോഗിൽ നിന്നും കറക്റ്റായ ആൻസർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. അതായത് നിങ്ങൾ ചോദിക്കുന്നതിനെല്ലാം തന്നെ കറക്റ്റായ ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ AI ബോട്ട്, അതായത് ഈ ChatGPT എന്ന് പറയുന്ന ഇതിനെ ഡെവലപ്പ് ചെയ്ത് ഓപ്പൺ AI എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇതിനെ ഫൗണ്ടർ ചെയ്തത് മറ്റാരുമല്ല, നമ്മുടെ കിങ് ആയ എലോൺ മസ്ക് തന്നെയാണ്. അതെ, എലോൺ മസ്ക് ആണ് ഇതിനെ ഫൗണ്ട് ചെയ്തത്. അതുമാത്രമല്ല മൈക്രോസോഫ്റ്റ് ഏകദേശം 1 ബില്യൺ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ കമ്പനിയായ ഇൻഫോസിസ് വരെ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രമുഖമായ കമ്പനികളെല്ലാം തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതുമാത്രമല്ല ടെക് ജെയിൻ്റായ ഗൂഗിൾ എന്തുകൊണ്ടാണ് ഈ ഒരു AI ബോട്ടിനെ പേടിക്കുന്നത്? ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു AI ബോട്ട് അഡ്വാൻസ് AI ടെക്നോളജി കൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു AI ബോട്ടാണ്. ഈ ഒരു AI ബോട്ട് കൊണ്ട് ഗൂഗിളിൻ്റെ മെയിൻ 3 പ്രൊഡക്ട്സിനെ ഇല്ലാണ്ടാക്കാൻ കഴിയും. അതേതൊക്കെയാണെന്നറിയുമോ? ഫസ്റ്റ് വൺ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. അതെ, ഇന്ന് ബില്യൺ കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഗൂഗിളിൻ്റെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഫംഗ്ഷൻ ChatGPTക്ക് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ വൺ, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ. അതെ, ഇന്ന് സെർച്ച് എഞ്ചിനിൽ ഒരു മോണോപോളി തന്നെയാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ. അതെ, ആൻഡ്രോയിഡ് യൂസേഴ്സ് മാക്സിമം എല്ലാവരും ഗൂഗിൾ ക്രോമാണ് ഉപയോഗിക്കുന്നത്. അതിലും ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ് മാക്സിമം ആൾക്കാരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മൈക്രോസോഫ്റ്റിന് വലിയ രീതിയിൽ തന്നെ ഇഷ്ടമല്ല. കാരണം മൈക്രോസോഫ്റ്റിൻ്റെ ബിങ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, അപ്പോൾ ഈ 2 പ്രോഡക്റ്റിൻ്റെയും ഫെയിലിയറിൻ്റെ കാരണം ഈ ഒരു ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് മൈക്രോസോഫ്റ്റ് ഇത്രയധികം ബില്യൺ ഈ ഒരു ChatGPTക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ്. അതെ, ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബ് വരെ ഈ ChatGPTക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും ഗൂഗിൾ സെർച്ച് എഞ്ചിൻ. ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ ആവുന്നത് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് വാട്ട് ഈസ് ChatGPT എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേയധികം റിസൾട്ടുകൾ വരും. അതിൽ SEM എന്ന് പറയും. അതായത് ആദ്യത്തെ 2 റിസൾട്ടിൻ്റെ മേലെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്പോൺസേഡ് അല്ലെങ്കിൽ ആഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ആദ്യത്തെ 2 റിസൾട്ടും അഡ്വർടൈസ്മെൻ്റ് ആണ്. പക്ഷേ നമ്മൾ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പലർക്കും ഇത് അറിയുന്ന ഒരു കാര്യമാണ് SEM, അതായത് ക്യാഷ് കൊടുത്തിട്ട് ആൾക്കാർ അവരുടെ റിസൾട്ടിനെ മേലെ കൊണ്ടു നിർത്തും. അപ്പോൾ ഇതിനെ ChatGPT റീപ്ലേസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ChatGPT ഒരു ബോട്ടാണ്. അതായത് നിങ്ങൾ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്ന പോലെ വളരെ സിമ്പിളാണ്. അതായത് നിങ്ങൾ വാട്ട് ഈസ് ChatGPT എന്ന്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോൻ്റെ ഫുൾ സ്ക്രിപ്റ്റും ഞാൻ ChatGPTയിൽ നിന്ന് ഡയറക്റ്റായി എടുത്താണ്. അല്ലാണ്ട് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്തതല്ല. ഡയറക്റ്റായിട്ട് ChatGPTൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട്, അതായത് എന്തെങ്കിലും വാട്ട് ഈസ് അക്കൗണ്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുക്കാൻ കഴിയും. അപ്പോൾ ഇതുകൊണ്ട് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ ഇല്ലാണ്ടാവുമോ എന്നുള്ളൊരു വലിയൊരു ഭീഷണിയുണ്ട്. അപ്പോൾ ഇങ്ങനെ സെർച്ച് എഞ്ചിൻ ഇല്ലെങ്കിൽ തന്നെ ഗൂഗിൾ ക്രോം അധികം ആൾക്കാർ ഉപയോഗിക്കാൻ ചാൻസസ് ഇല്ല. അപ്പോൾ ഇതുകൊണ്ട് ഗൂഗിളിൻ്റെ 2 പ്രോഡക്റ്റ് ഇവിടെ ഇല്ല. അവസാനത്തെ കണ്ടന്റിലോട്ട് വരാം. അതായത് ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാമെന്ന്. അതെ, ഇപ്പോൾ ഇത് ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ക്യാഷും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഞാൻ ChatGPTനോട് തന്നെ ചോദിച്ചപ്പോൾ അത് തന്നെ 5 സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അതിൽ ഒന്നാമതാണ് ഡെവലപ്പ് ആൻഡ് സെൽ. അതെ, ഈ ഡെവലപ്പ് ആൻഡ് സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു ഓൺലൈൻ ജോബ് തിരക്കി പോവുകയാണെങ്കിൽ എല്ലാവരും കൂടുതലായിട്ടും ഇതാക്കുന്നത് ഫൈവർ, അതുപോലെ തന്നെ പിക്കോ വർക്ക്, ഇങ്ങനെ കുറേയധികം വെബ്സൈറ്റ് ഉണ്ട്.
അപ്പോൾ ഫൈവറിലെല്ലാം നിങ്ങൾ കണ്ടൻറ് റൈറ്റിങ്ങിനെല്ലാം അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിനായിട്ട് ഒരു കണ്ടൻറ് അവർ പറയുമ്പോൾ നിങ്ങൾ കുറേയധികം സെർച്ച് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം സ്കില്ലും വെച്ച് എഴുതണം. പക്ഷേ നിങ്ങൾ ചാറ്റ് ജിപിടിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എസ്സേ നിങ്ങൾക്ക് വളരെ 1 മിനിറ്റിൻ്റെ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ ഇത് നിങ്ങൾ കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. രണ്ടാമത്തെ ഒന്ന് എന്താണെന്നറിയോ? കൺസൾട്ടിങ്. അതെ, ഇപ്പോൾ ഓരോ ബിസിനസ്സും അതായത് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി കുറേയധികം കൺസൾട്ടിങ് ആവശ്യമുണ്ട്. അതായത് ആൾക്കാരുടെ ഓരോ റിസർച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ചാറ്റ് ജിപിടിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡാറ്റ സിമ്പിളായിട്ട് കളക്ട് ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ വൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഫ്യൂച്ചറിന് അതിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ കാര്യങ്ങൾ ഇത് വെച്ച് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ കഴിയും. നാലാമത്തെ വൺ മോണിറ്റൈസ്. അതെ, മോണിറ്റൈസ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ യൂട്യൂബ് അടക്കം അങ്ങനെയുള്ള എല്ലാ കണ്ടൻറ്റിനും വേണ്ടിയുള്ള ആവശ്യമുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഈ ചാറ്റ് ജിപിടിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് അറിയാൻ കഴിയും. അതായത് ബ്ലോഗ് ആയിക്കോട്ടെ, വെബ്സൈറ്റ് ആയിക്കോട്ടെ, കണ്ടൻറ് ഏണിംഗ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തതോടുകൂടെ ഏൺ ചെയ്യാൻ കഴിയും. ലാസ്റ്റ് വൺ ഡാറ്റ കളക്ഷൻ. ഈ ഡാറ്റ കളക്ഷനാണ് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത്. അതായത് ഒരു കമ്പനിക്ക് ആവശ്യമുള്ള ഡാറ്റകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനി നിങ്ങൾക്ക് ഹയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റവന്യൂ തരുന്നതാണ്. അപ്പോൾ ഈ ഡാറ്റ എല്ലാം തന്നെ നിങ്ങൾക്ക് എവിടുന്ന് സെർച്ച് ചെയ്യും? അതായത് മാക്സിമം എല്ലാവരും ഗൂഗിളിൽ നിന്നാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് അവോയ്ഡ് ചെയ്യാൻ, അതായത് ഗൂഗിളിൽ നിന്നുള്ള ആഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെർച്ച് ചെയ്ത് ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡെല്ലാം തന്നെ ഇപ്പോൾ മാക്സിമം ആൾക്കാരും ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം $100 ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മാസം. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യേ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ ഇതുവരെയുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. എന്തായാലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ അതിനെക്കുറിച്ചുള്ള റിപ്ലൈ തരുന്നതാണ്.